ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അവസാനത്തെ അധ്യായമായ 21 അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. കർത്താവിനാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ട് ശിഷ്യന്മാരിൽ ഏറ്റവും ഇളയവനായി കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രാരംഭകാലം മുതൽ കർത്താവിനോട് കൂടെയായിരുന്നു. കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികളും നേരിൽ കാണാനും കേൾക്കാനും അതിന് സാക്ഷ്യം വഹിക്കുവാനും ഭാഗ്യം ലഭിച്ചവനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷമാണിത്. അതിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇതിനു മുമ്പ് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് 2 പ്രാവശ്യം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടു. ഒന്ന്, അവർ ഭയപ്പെട്ട് വാതിലടച്ചിരിക്കെ അവരുടെ അകത്ത് വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. കാരണം കർത്താവ് ഇതിനു മുമ്പും പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ അവിടെ നടുവിൽ ഞാനുണ്ടാവും. കർത്താവ് സൈഡിലല്ല വന്ന് നിൽക്കുന്നത്, നടുവിലാണ്. ആ നടുവിലായിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ് ധൈര്യവും പ്രത്യാശയും നമുക്കെപ്പോഴും നൽകുന്നത്. ശിഷ്യന്മാരുടെ ഭയം നീങ്ങുവാൻ തക്കവണ്ണം കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് തോമാസ് ശ്ലീഹ അവിടെ ഇല്ലായിരുന്നു. പിന്നീട് തോമാസ് ശ്ലീഹായും കൂടിയുള്ളപ്പോൾ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പം 3ാമത് കർത്താവ് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് 3ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് 21 അധ്യായം. ഇതിനു മുമ്പ് 2 പ്രാവശ്യം കർത്താവ് പ്രത്യക്ഷപ്പെട്ട് സ്ത്രീഹന്മാർക്ക് ധൈര്യവും പ്രത്യാശയും നൽകിയെങ്കിലും പിന്നീട് കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ അവർ നിരാശയിലും ദുഃഖത്തിലുമായിട്ടുണ്ട്. കഴിഞ്ഞ 3-3.5 വർഷക്കാലം കർത്താവിൻ്റെ കൂടെ ആയിരുന്നതുകൊണ്ട് എന്തു ഭക്ഷിക്കണം, എന്തു പാനം ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. കർത്താവിൻ്റെ സാന്നിധ്യം അവർക്കുണ്ടായിരുന്നു. അത്ഭുതകരമായ അപ്പം കർത്താവ് വർദ്ധിപ്പിച്ച് നൽകുകയും അല്ലെങ്കിൽ കർത്താവിനോടൊപ്പം പട്ടിണി കിടക്കേണ്ടി വന്നാൽ പോലും അവർക്ക് വലിയ പ്രത്യാശയും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തങ്ങളെ സ്നേഹിച്ച സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ സ്വാഭാവികമായി അവരുടെ ജീവിതത്തിൻ്റെ മറ്റൊരു അന്ധകാരത്തിലേക്ക് ആയി എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇനി എങ്ങനെ ജീവിക്കും. കർത്താവ് വിളിക്കുന്നതിന് മുൻപുള്ള ഒരു തൊഴിൽ അവർക്കറിയാം, മത്സ്യബന്ധനമായിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായമുള്ള ആളെന്ന് കരുതപ്പെടുന്ന ആളാണ് മിസ്റ്റർ പത്രോസ് ശ്ലീഹ. അവർക്ക് നേതൃത്വം നൽകുന്ന ധൈര്യശാലിയാണ്. അപ്പം അദ്ദേഹം മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ പഴയ ജോലിക്ക് പോവുകയാണ്, മീൻ പിടിക്കാൻ പോവുകയാണ്. പത്രോസ് ശ്ലീഹ അത് പറഞ്ഞപ്പോൾ മറ്റ് ശിഷ്യന്മാരും പറഞ്ഞു, ഞങ്ങളും നിൻ്റെ കൂടെ പോരുകയാണ്. കാരണം പത്രോസ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇപ്പോൾ ഉള്ള ധൈര്യം പോലും അവർക്കുണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞ് അവർ വീണ്ടും ആ പഴയ ജോലിയിലേക്ക് മടങ്ങിപ്പോകുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ഇതിനു മുൻപ് കർത്താവ് അവരെ വിളിച്ച് എൻ്റെ പിതാവിനെ അയക്കുന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതുകയും പരിശുദ്ധാത്മാവിനെ നൽകുകയും അങ്ങനെ ഒരു ദൗത്യം അവരെ ഫലമേൽപ്പിച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ ഒന്നാമത് കാണുന്നത് ദൈവവിളിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശിഷ്യന്മാരെയാണ്. വേദപുസ്തകം ആദ്യോണന്തം നമ്മൾ പരിശോധിക്കുമ്പോൾ ധാരാളം ആളുകൾ ഇങ്ങനെ ദൈവവിളിക്ക് വിരുദ്ധമായി പോകുന്നതായി നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തിൽ 1 രാജാക്കന്മാർ 18-19 അധ്യായത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ വിളിയിൽ നിന്ന് അകന്നു പോകുന്ന ഏലിയ പ്രവാചകനെ നമുക്ക് കാണാൻ പറ്റും. യെശബേലിൻ്റെ ഭീഷണിക്ക് വിധേയമായിട്ട് അവൻ ഓടിപ്പോകുന്നത്. ഇതിനു മുൻപ് താൻ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബാലിൻ്റെ പുരോഹിതന്മാർ ഉച്ചവരെ പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിക്കാത്തിടത്ത് താൻ 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവിടെ വെച്ചിരുന്നതായ ആ ബലിപീഠത്തിലെ ആ ബലിയെ ദഹിപ്പിക്കുന്നതുമൊക്കെ നേരിൽ കാണുവാൻ അവസരം ലഭിച്ചവനായ ഏലിയാവാണെങ്കിലും നാളെ ഈ സമയത്തിന് മുമ്പ് നിന്നെ ഞാൻ കൊന്നിരിക്കുമെന്ന യെസബേലിന്റെ അഗ്നിയുടെ
ആഹാബ് രാജാവിൻ്റെ ഭാര്യയായ ഇസബേൽ രാജ്ഞിയുടെ ആ ഭീഷണിയെ തുടർന്ന് ഭയപ്പെട്ട് ഓടുന്നവനായ ഒരു ഏലിയാവിനെ നമുക്കവിടെ കാണാൻ പറ്റും. യോനാ പ്രവാചകൻ്റെ ജീവിതം നോക്കുക. നിനവായിലേക്ക് പോകാൻ പറഞ്ഞവൻ തർശീസിലേക്ക് കപ്പൽ കയറി പോയെങ്കിലും അവനെ മത്സ്യത്തിൻ്റെ വയറ്റിലൂടെ കയറ്റി വീണ്ടും അവനെ അന്വേഷിച്ചു വരുന്ന ദൈവസ്നേഹം നമുക്ക് കാണാൻ പറ്റും. ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലൊക്കെ അകപ്പെട്ടിട്ട് പലപ്പോഴും ദൈവത്തെ ഉപേക്ഷിച്ച് പോകുമ്പോഴും പോവട്ടെ എന്ന് പറഞ്ഞ് വിചാരിക്കുന്നവനല്ല ദൈവം. വീണ്ടും നമ്മളെ അന്വേഷിച്ച് നമ്മുടെ പിന്നാലെ വരുന്ന സ്നേഹമാണ് നമ്മുടെ കർത്താവെന്ന ബോധ്യം നമുക്കുണ്ടാവണം. ഇതാണ് കർത്താവ് പറഞ്ഞ ധൂർത്തുപുത്രൻ്റെ ഉപമയതാണ്. തന്നെ ഉപേക്ഷിച്ചു പോയി തൻ്റെ അധ്വാനഫലം കൊണ്ട് നശിപ്പിച്ച, തന്നെ അനുസരിക്കാത്ത മകനു വേണ്ടി പ്രതീക്ഷയോടെ കണ്ണും നട്ട് വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന സ്നേഹവാനായ ഒരു പിതാവ്. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച വലിയ ഉപമയാണത്. അതേ സ്നേഹമാണ് പുത്രൻ തമ്പുരാൻ ഇവിടെ കാണിക്കുക. തന്നെ ഉപേക്ഷിച്ചു പോയവരെ അന്വേഷിച്ചു വരുന്ന ഒരു ദൈവം. മറ്റെല്ലാ മതങ്ങളും ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നതായ ഒരു സമൂഹമാണ്. അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തുന്ന മനുഷ്യനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ പറയുന്നതെങ്കിൽ മനുഷ്യനെ അന്വേഷിച്ചു വരുന്ന ദൈവത്തെയാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ശിഷ്യന്മാർ പോയി. അവർ നമുക്ക് പറഞ്ഞു അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല, എങ്ങനെയും ജീവിക്കണ്ടേ. അവർ നേരം വെളുക്കുവോളം വീശിയെന്ന് നമ്മൾ പറയുന്നു. മുക്കുവന്മാരാണ്. എങ്ങനെ വീശണം, എവിടെ വീശണം എന്നവരെ ആരും പഠിപ്പിക്കേണ്ടതായ കാര്യമില്ല. നേരം വെളുക്കുവോളം അവർ വീശി. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും മത്സ്യം ലഭിക്കാതെ അവർക്ക് അത് വിൽക്കാതെ അവർക്ക് ജീവിക്കാനാവില്ലല്ലോ. എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കുമെന്നുള്ള ഭാരമാണ് അവരിലുള്ളത്. കഠിനാധ്വാനികളാണ് അവർ മുക്കുവന്മാർ. അത് നേരം വെളുക്കുന്നോളം അവർ വീശി. പക്ഷെ അവർക്കൊന്നും ലഭിച്ചില്ല. ദൈവവിളിക്ക് വിരുദ്ധമായി ദൈവത്തെ ഉപേക്ഷിച്ച് നമ്മൾ പോയാൽ പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഫലം ലഭിക്കുന്നില്ല എന്ന ഒരു വലിയ സത്യം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. ദൈവത്തെ കൂടാതെയുള്ള പ്രവർത്തനത്തിന് പലപ്പോഴും അധ്വാനമല്ലാതെ അതിന് ഒരു കാര്യമായ ഫലം ലഭിക്കാൻ ഒരു സാഹചര്യവുമില്ല. അപ്പോഴാണ് വെളുപ്പാങ്കാലത്ത് കർത്താവ് അവിടെ കരയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? തന്നെ ഉപേക്ഷിച്ച് പോയ ശിഷ്യന്മാരെ, തൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത ശിഷ്യന്മാരെ കർത്താവ് ഇവിടെ നിഷേധികളെന്നോ അഹങ്കാരികളെന്നോ അല്ലെങ്കിൽ ഒരു വാക്കും ഉപയോഗിക്കാതെ അവരെ വിളിച്ചതായ വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളെ. എന്തോ ഒരു സ്നേഹമായിട്ടാണ് കർത്താവിൻ്റെ ആ ഒരു വിളിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനും നിങ്ങളും നമ്മുടെ പാപചിന്തകളും നമ്മുടെ പാപപ്രവൃത്തികളും മുഖാന്തരം യേശുവിൽ നിന്നകന്ന് ദൈവത്തെ നമ്മൾ വേദനിപ്പിക്കുമ്പോഴും നമ്മുടെ പിന്നാലെ വന്ന് കുഞ്ഞുങ്ങളെ, മക്കളെ എന്ന് നമ്മളെ വിളിക്കുന്ന ആ സ്നേഹം അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ആ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദൈവത്തെ വിട്ടുള്ള ചിന്തകളിലോ പ്രവർത്തനങ്ങളിലോ നമുക്ക് പോകാനാവില്ല. ആ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അപ്പം നമ്മളിവിടെ കാണുന്നത് മനുഷ്യനെ ഉപേക്ഷിച്ച് പോകുമ്പോഴും അവനെ അന്വേഷിച്ച് വരുന്ന ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്. പഴയ നിയമത്തിൽ നമുക്കിത് കാണാം. ഏലിയാവിനെ ദൈവം അന്വേഷിച്ചില്ലെന്നു, കാക്കകളെ കൊണ്ടവന് അപ്പം കൊടുക്കുന്നു. മരിച്ചാൽ മതിയെന്ന് വിചാരിച്ച് മരുഭൂമിയിൽ പോയി കിടന്നവനെ തട്ടി ഉണർത്തി, നിനക്കിവിടെന്ത് കാര്യം, മരുഭൂമി നിനക്കെന്ത് കാര്യം, നീ പോയി അങ്ങനെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ് അവനെ ശക്തീകരിക്കുന്നതായ ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. യോനയെയും അന്വേഷിച്ച് പുറകെ ചെന്ന് അവനെ കണ്ടെത്തി അവനെ കൊണ്ട് വീണ്ടും പ്രവർത്തിപ്പിക്കുന്ന ആ വലിയ ശക്തിയാണ് ദൈവം. നമ്മളും നിരാശപ്പെട്ടും ദുഃഖത്തിലും അവിശ്വാസത്തിലുമൊക്കെ ദൈവത്തിൽ നിന്നകലുമ്പോഴും നമ്മുടെ പിന്നാലെ വന്ന് നമ്മളെ ശക്തീകരിക്കുന്ന ദൈവം, ആ ദൈവത്തെയാണ് ഈ വചനം വായിക്കുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ, ആരാധിക്കുന്നതിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ. ഇതിനു മുൻപ് അവർ പടകിൻ്റെ വലതുഭാഗത്ത് വല വീശാതിരുന്നിട്ടില്ലല്ലോ. അവരെ എവിടെ വീശണം, എങ്ങനെ വീശണമെന്ന് ആരും പഠിപ്പിക്കേണ്ട കാര്യവുമില്ല. ജനിച്ചപ്പോൾ മുതൽ ഈ മേഖലയിൽ അവർ കണ്ടും കേട്ടും പ്രവർത്തിച്ചും വന്നവരാണ്. പക്ഷേ അവരുടെ ആഗ്രഹം അവർക്കൊന്നും ലഭിച്ചിട്ടില്ല.
ആ ഒരു വലിയ ആഗ്രഹത്തോടുകൂടി അവർ വലതുഭാഗത്ത് അവിടെ വല വീശുകയാണ്. യേശുവാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അവരത് ചെയ്യുന്നത്. അവർക്ക് യേശുവിനെ മനസ്സിലായില്ല. പക്ഷേ അവരുടെ ആഗ്രഹം, അവരുടെ ആവശ്യം അവരെ കൊണ്ട് ആ വാക്കിന് അനുസരിച്ച് വല വീശുവാൻ അവരെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ അന്വേഷിച്ച് വരുന്ന ആ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച്, ആ വാക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അവൻ നമ്മളോട് പറയുന്ന ആ വാക്കാണ്, ആ വചനമാണ് നമ്മൾ വായിക്കുന്നതായ ഈ ദൈവവചനം. അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? പെരുത്ത മീൻകൂട്ടം അവർക്ക് ലഭിച്ചു എന്നാണ് വായിക്കുന്നത്. പെരുത്ത മീൻകൂട്ടം, വലിയ മീൻകൂട്ടത്തെ അവർക്ക് ലഭിക്കാൻ കാരണമായി തീർന്നു. വല കീറിപ്പോകുമെന്ന് സംശയിക്കത്തക്കവണ്ണം വലിയ മത്സ്യക്കൂട്ടത്തെ അവർക്ക് ലഭിക്കുകയാണ്. അവരുടെ മൂന്നാമത് കാണുന്ന എന്താണ്? നാം ഉപേക്ഷിച്ച് പോകുമ്പോഴും നമ്മളെ അന്വേഷിച്ച് വരുന്ന ആ ദൈവത്തിൻ്റെ ആ വാക്കനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്ത് വലിയ അത്ഭുതമാണ് നമുക്ക് ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുക. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിച്ച യേശു പറഞ്ഞു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചല്ലാതെ ഫലം നൽകുവാൻ സാധിക്കുകയില്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. വിശ്വാസികളായ നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, പ്രവർത്തിക്കുമ്പോഴാണ്. അത്ഭുതകരമായ മാറ്റം നമുക്ക് സംഭവിക്കുന്നു. അങ്ങനെ അവർ വലയും വലിച്ചുകൊണ്ട് കരയിലേക്ക് വരുന്ന സമയത്താണ് അവിടെ നിന്ന് ആളെ ശ്രദ്ധിക്കുന്നത്, പറഞ്ഞതാരാണെന്ന് അവർ നോക്കിക്കാണും. അപ്പോൾ നമ്മൾ വായിക്കുന്നു, ഏകദേശം പ്രഭാതമായി വരുന്നതേ ഉള്ളൂ, കാരണം ഇരുട്ടുണ്ട്. അതുകൊണ്ടാണ് മുഖം അവർക്ക് വ്യക്തമാകാഞ്ഞത്. പെട്ടെന്ന് അവർക്ക് മനസ്സിലായത് യേശുവാണെന്ന്. മറ്റ് ശിഷ്യന്മാരപ്പോൾ പറഞ്ഞു, അത് നമ്മുടെ കർത്താവാണല്ലോ ആ നിന്നത്, അവനാണല്ലോ നമ്മളോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ശിമയോൻ പത്രോസ് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി വെള്ളത്തിൽ ചാടിയെന്നാണ്. ഇപ്പോഴാണോ പത്രോസ് ശ്ലീഹായിക്ക് താൻ നഗ്നനാണെന്ന് തോന്നിയത്? ഇതുവരെയും അദ്ദേഹം നഗ്നനായിരുന്നുവല്ലോ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് നാണം തോന്നിയില്ല? ഇപ്പോഴെന്താണ് അവന് നാണം തോന്നാൻ കാരണം? പ്രിയമുള്ളവരെ, നഗ്നത എന്ന് പറയാൻ നമുക്കറിയാം, ഇത് നമ്മുടെ കുറവുകളാണ്. എപ്പോഴാണ് നമ്മുടെ കുറവുകൾ നമുക്ക് ബോധ്യമാകുന്നത്? കർത്താവ് വരുമ്പോഴാണ്. ഇവിടെ പറയുന്ന അപ്പോൾ പ്രഭാതമായിരുന്നു എന്നൊരു വാക്കുകൂടി ഉണ്ട്. എന്ന് പറഞ്ഞാൽ വെളിച്ചം. ക്രിസ്തു വരിക എന്ന് പറഞ്ഞാൽ വെളിച്ചം വരികയാണ്. ആ ക്രിസ്തു നമ്മുടെ അടുത്ത് വരുമ്പോഴാണ്, ആ വെളിച്ചം നമ്മിൽ വരുമ്പോഴാണ് നമ്മുടെ കുറവുകളെ, നമ്മുടെ നഗ്നതകളെ, നമ്മുടെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്തു വരുമ്പോൾ വെളിച്ചം വരികയാണ്, പ്രഭാതം വരികയാണ്. അവനാണ് യഥാർത്ഥ വെളിച്ചം. ആ ക്രിസ്തുവിൻ്റെ വചനം ഒരു വലിയ വെളിച്ചമാണ്. എൻ്റെ വചനം എൻ്റെ പാതകൾക്ക് വിളക്ക്, ഊടുവഴികൾക്ക് പ്രകാശമെന്ന് സങ്കീർത്തനക്കാരൻ പാടിയത് ഓർക്കുക. ആ വചനം നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ, നമ്മുടെ നഗ്നതകളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവരെ ആ 153 മത്സ്യങ്ങളുമായി അവർ കരയിലേക്ക് വലിയ സന്തോഷത്തോടെ അവർ കയറി വരുമ്പോൾ എന്താണ് കാണുന്നത്? രാത്രി മുഴുവൻ അധ്വാനിച്ച് വിശന്ന് വലഞ്ഞവരായ ശിഷ്യന്മാർക്ക് വേണ്ടി കനലിന്മേൽ അപ്പവുമായി കാത്തിരിക്കുന്നൊരു കർത്താവിനെ നമ്മൾ കാണുകയാണ്. തൻ്റെ വാക്കനുസരിച്ച്, തൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിച്ച് എന്നവർക്ക് വേണ്ടി കരുതി വെക്കുന്നവനായ ഒരു ദൈവത്തെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അവൻ വന്ന് പറഞ്ഞു, നിങ്ങളിത് വന്ന് ഭക്ഷിക്കുവിൻ. പ്രിയമുള്ള, ഇതാണ് ദൈവത്തിൻ്റെ വലിയ സ്നേഹം. അവരെ ഭക്ഷണത്തെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചില്ല. അവർ ചിന്തിക്കുന്നതിന് മുൻപ് അവർക്ക് വേണ്ടി ഭക്ഷണം വരെ കരുതി വെച്ച് അവരെ സ്നേഹിക്കുന്ന ഈ ദൈവിക സ്നേഹം ഒരിക്കലും നമ്മൾ മറന്നു പോകല്ലേ. യോഹന്നാൻ്റെ സുവിശേഷം നമുക്കറിയാം. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന ആളാണ് വിശുദ്ധ യോഹന്നാൻ. അദ്ദേഹം ഇങ്ങനെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാകാൻ കാരണം കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവിൻ്റെ കൂടെ നടന്ന്, കർത്താവിനോട് ചേർന്ന് നടന്നെല്ലാം കണ്ടു മനസ്സിലാക്കിയ വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് ആ ദൈവികമായ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുക. അവർക്ക് വേണ്ടി കനലിന്മേൽ അപ്പവുമായി കാത്തിരിക്കുന്ന ദൈവസ്നേഹം. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന ഒരു ദൈവത്തെ, നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന, നമ്മൾ അറിയുന്നതിന് മുൻപ് നമ്മളെക്കുറിച്ച് അറിയുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ മുൻപാകെ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരട്ടെ. അപ്പോൾ കർത്താവിനോട് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, ഇപ്പോൾ പിടിച്ച മീനിൽ ചിലത് കൊണ്ടുവരുവിൻ.
എന്തുകൊണ്ടാണ് കർത്താവ് ഇപ്പോൾ പിടിച്ച മീൻ ചോദിച്ചത്? ഇവിടെ ഇരിക്കുന്ന മീൻ പഴയതായതുകൊണ്ടാണ്. കർത്താവ് എവിടെയെന്നാണ് അപ്പം കൊണ്ടുവന്നത്? ഈ ശിഷ്യന്മാരവിടെ കൊണ്ടുവച്ച് അപ്പം എടുത്ത് കർത്താവ് ചൂടാക്കിയതല്ലല്ലോ. ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിക്കാൻ സാധിക്കുന്നവനായ ദൈവത്തിന് അത്ഭുതകരമായി അപ്പം നൽകാൻ സാധിക്കുമെന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അതാണ് കർത്താവ് ഇവർക്ക് കൊടുക്കുന്നത്. എന്നിട്ട് അവരോട് പറയുന്നത്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ. എന്താണ്? ഫ്രഷായിട്ടുള്ള മീൻ കൂട്ടാനുള്ള ആഗ്രഹമാണോ? അതൊക്കെ ഇവിടെ ഇരുന്ന അപ്പമല്ല, കർത്താവ് കൊണ്ടുവന്ന അപ്പം പഴയ മത്സ്യമായതുകൊണ്ടാണോ? ഒന്നുമല്ല. എന്തുകൊണ്ടാണ് കർത്താവ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ പിടിച്ച മീൻ കൊണ്ടുവരുവാൻ? ഇപ്പോൾ പിടിച്ച മീൻ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അധ്വാനിച്ചിട്ട് അവർക്ക് ലഭിച്ചതാണ്. അതിൻ്റെ ദശാംശമാണ്, അതിൻ്റെ ഭാഗമാണ് ദൈവം ചോദിക്കുന്നത്. അതിൽ 153 മീൻ കിട്ടിയിട്ടുണ്ട്. അതെങ്കിലും 15 16 മീൻ കൊണ്ടുവരുന്നൊന്നും കർത്താവോട് ആവശ്യപ്പെട്ടില്ല. എത്ര നൽകാൻ സാധിക്കും അത് കൊണ്ടുവരിക. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നമ്മൾ പ്രവർത്തിച്ചിട്ട് ലഭിക്കുന്നതുകൂടെ ദൈവം വാങ്ങിച്ച് ആ മീനൂടെ വാങ്ങി അനുഗ്രഹിച്ച് കർത്താവ് അവർക്ക് തിരിച്ചു നൽകുകയാണ്. അത് കർത്താവ് കൊണ്ടുപോകാനല്ല അത് മീൻ ചോദിച്ചത്. ഇതാണ് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ അധ്വാന ഫലം നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവം കരങ്ങളിലതെത്തുമ്പോൾ വീണ്ടും അത് വാഴ്ത്തി അനുഗ്രഹിച്ച് ദൈവം നമുക്ക് നൽകുകയാണ്. തൻ്റെ ആ വചനപ്രകാരം അധ്വാനിച്ച് ലഭിച്ചതിന് അതിൻ്റെ അംശം കൂടി ദൈവം ചോദിച്ചു വാങ്ങി ആ പഴയ മത്സ്യത്തോട് ചേർത്ത് വെച്ച് അതിനെ അനുഗ്രഹിച്ച് വാഴ്ത്തി അവർക്ക് കൊടുക്കുന്നു. ഇതിനു മുൻപ് മർക്കോസിനെ മാളികയിൽ വെച്ച് വാഴ്ത്തി അപ്പം കൊടുത്തു. എമൗസിൽ വെച്ച് കർത്താവ് അവർക്ക് വാഴ്ത്തി അപ്പം കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നതായി നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. ഇപ്പോൾ ഇതാ മൂന്നാമത് കർത്താവ് വീണ്ടും അപ്പുറമൊക്കെ അപ്പം വാഴ്ത്തി നൽകുകയാണ്. ഇതാ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒരിക്കലും നമുക്ക് മറക്കാനാവില്ല. അതാണ് നമ്മൾ ഉപേക്ഷിച്ച് പോകുമ്പോഴും നമ്മളെ അന്വേഷിക്കുന്ന, നമുക്ക് അധ്വാനഫലം ലഭിക്കാതെ വരുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ വചനപ്രകാരം പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന അധ്വാനഫലം. മൂന്നാമത് അതിനെ വാഴ്ത്തി നമുക്ക് നൽകുന്നവനായ ആ ദൈവികമായ സ്നേഹം ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. അങ്ങനെ അപ്പം എടുത്തവർക്ക് കൊടുത്തു, മത്സ്യവും കൊടുത്തു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് ഇങ്ങനെ പ്രത്യക്ഷനായി എന്നാണ്. ഇനി നമ്മൾ അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇതാണ്. അങ്ങനെ കർത്താവ് ഒരു അപ്പം തിന്ന് അവരുടെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞപ്പോൾ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, യോഹന്നാൻ്റെ പുത്രനായ ശിമിയോനെ. ഇന്നിവിടെ യോഹന്നാൻ എന്ന് പറയുന്ന ഈ സുവിശേഷം എഴുതിയ യോഹന്നാനല്ല, പത്രോസിൻ്റെ അപ്പൻ്റെ പേരാണ് യോഹന്നാൻ എന്നുള്ളത്. അതാണ് യോഹന്നാൻ്റെ മകനാണ് ബറിയോനോ ശീമോൻ. ബർ എന്ന് പറഞ്ഞാൽ പുത്രൻ, ബ്രോ. ബറിയോനോ അത് യോനയുടെ പുത്രനാണ്. ബറിയോനോ ശീമോനെ എന്നാണല്ലോ നേരത്തെ കർത്താവ് പത്രോസിനെ വിളിച്ച്. ബറിയോനോ എന്ന് പറഞ്ഞാൽ യോനയുടെ മകനായ ശിമയോനെ എന്നാണ്. അവൻ്റെ അപ്പൻ്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അപ്പോൾ കാരണം യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇതിനു മുൻപ് കർത്താവിനോട് നിനക്ക് വേണ്ടി ഞാൻ മരിക്കുമെന്നും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്നും ഒക്കെ പറഞ്ഞ് കർത്താവിനെ 3 പ്രാവശ്യം സാഹചര്യ സമ്മർദ്ദത്താൽ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ സാഹചര്യ സമ്മർദ്ദത്താൽ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനായ പത്രോസിനെ വീണ്ടും 3 പ്രാവശ്യം കർത്താവിനോടുള്ള സ്നേഹം ഏറ്റുപറയിക്കുകയാണ്. അതാണ് ഇനി നമ്മൾ കാണുന്നത്. ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. പത്രോസിനറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. താൻ വിളിക്കപ്പെട്ട നാൾ മുതൽ തനിക്ക് കർത്താവിനോടുണ്ടാകുന്ന സ്നേഹം. ജനം എന്നെ ആരെന്ന് പറയുന്നു ചോദിച്ചപ്പോൾ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെന്ന് ആദ്യം ഏറ്റുപറയാൻ സാധിച്ചവൻ. കർത്താവിനോടുള്ള സ്നേഹം മുഖാന്തരം വാളെടുത്ത് മൽക്കോസിനെ വെട്ടി അവൻ്റെ ചെവി മുറിച്ചു കളഞ്ഞവൻ. നിനക്ക് വേണ്ടി ഞാൻ മരിക്കും എന്ന് പറഞ്ഞവൻ. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ആ സ്നേഹം ഇതാ വീണ്ടും പത്രോസിലേക്ക് വരികയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. ഇതിനു മുൻപ് എൻ്റെ പിതാവിനെ അയക്കുന്ന പോലെ ഞാൻ ശിഷ്യന്മാരെ അയച്ചതോ കൊടുത്തതൊക്കെ അവർക്ക് പെട്ടെന്ന് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണല്ലോ, ഓർമ്മയുണ്ടല്ലോ. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാമതും ചോദിച്ചു, യോഹന്നാൻ്റെ മകനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ?
അവൻ പറഞ്ഞു, കർത്താവേ, തീർച്ചയായും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവനോട് പറഞ്ഞു, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. മൂന്നാമത് വീണ്ടും അവനോട് ചോദിച്ചപ്പോൾ പത്രോസിന് ദുഃഖമുണ്ടായി. ഇതെന്താ കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നത്? കർത്താവിന് എന്നെ നല്ലവണ്ണം അറിയാം. പിന്നെ ഈ 2 പ്രാവശ്യം പറഞ്ഞിട്ട് മൂന്നാമതും എന്നോട് ചോദിച്ചപ്പോൾ അപ്പം അദ്ദേഹത്തിന് ദുഃഖം. നീ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? അപ്പോഴും പറഞ്ഞു, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. എന്താണ് 3 പ്രാവശ്യം പറഞ്ഞത്? 3 പ്രാവശ്യമാണ് അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞതെങ്കിൽ ആ 3 പ്രാവശ്യം അവനെ കൊണ്ട് ആ സ്നേഹം ഏറ്റുപറയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും പല പ്രാവശ്യം കർത്താവിനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ സ്നേഹം, ദൈവത്തോടുള്ള വിധേയത്വം ഏറ്റുപറയുമ്പോൾ നമ്മളെ വീണ്ടും സ്നേഹിക്കുന്ന, അല്ല നമ്മൾ ഉപേക്ഷിച്ച് പോയ ദൗത്യം നമ്മളെ വീണ്ടും പരമേൽപ്പിക്കുന്ന, ആ പോയ വഴിയിലേക്ക് തന്നെ നമ്മളെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന ആ ദൈവികമായ സ്നേഹം നമുക്കറിയാൻ സാധിക്കും. ഇതാണ് ആ ധൂർത്തുപുത്രനും തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ സ്നേഹം അവൻ ഓർത്തു. ആ സ്നേഹം ഓർത്തപ്പോഴാണ് അവന് തിരിച്ചു വരുവാൻ സാധിച്ചത്. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു. എന്നിട്ട് അവസാനം ഒരു വാക്ക് കർത്താവ് പത്രോസിന് പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് പത്രോസ് ശ്ലീഹായിക്ക് വരാൻ പോകുന്ന അന്ത്യം എന്താണെന്ന് കർത്താവ് മുന്നമേ സൂചിപ്പിച്ചതാണ്. പത്രോസ് ശ്ലീഹായെ പിന്നീട് പിടിച്ചു കെട്ടി കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പിന്നീട് തലകീഴായി എന്നെ സ്നേഹിച്ച, എനിക്ക് വേണ്ടി മരിച്ച കർത്താവിൻ്റെ പാദം ചുംബിച്ച് എനിക്ക് മരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്നെ തലകീഴായി ക്രൂശിക്കണമെന്ന്. അങ്ങനെ തലകീഴായി അദ്ദേഹം പിന്നെ ബന്ധിക്കപ്പെട്ട് കൊണ്ടുപോകുന്നതും ക്രൂശിക്കപ്പെടുന്നതൊക്കെ പിന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ. അത് കർത്താവ് മുന്നമേ തന്നെ പത്രോസിന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ പത്രോസിനത് വ്യക്തമായിട്ടില്ല. അപ്പോൾ ഏത് വിധത്തിലുള്ള മരണമാണ് തനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് കർത്താവ് മുന്നമേ തന്നെ ഇവിടെ സൂചിപ്പിച്ചതാണ്. അതിനുശേഷം പത്രോസ് ശ്ലീഹ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ താൻ സ്നേഹിച്ച ശിഷ്യൻ അവിടെ പുറകെ വരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റാരും കർത്താവ് സ്നേഹിച്ചില്ലെന്നല്ല, കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, അല്ലെങ്കിൽ ആ ഏറ്റവും ഇളയവനായ, പ്രായത്തിൽ ഏറ്റവും കുറഞ്ഞവനായ യോഹന്നാൻ ശ്ലീഹയാണ്. യോഹന്നാൻ തൻ്റെ പേരിവിടെ പറയുന്നില്ല. അവനെ താഴെ സമയത്ത് കർത്താവിൻ്റെ മാർവോട് ചേർന്ന് കർത്താവ് നിങ്ങളിൽ ഒരുവനെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആരാ കർത്താവ് നിന്നെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് സ്നേഹത്തോടെ ചോദിച്ച ശിഷ്യനാണ്. അവനെ കണ്ടപ്പോൾ പത്രോസ് ശ്ലീഹ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഇവൻ്റെ കാര്യമെന്ത്? പത്രോസിനോട് പറഞ്ഞല്ലോ, നിന്റെ അര കെട്ടി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിന്റെ കൈകൾ ബന്ധിച്ച് നിന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പോൾ ഇവനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ, അപ്പോൾ ഇവനെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പത്രോസ് ശ്ലീഹയുടെ സംശയം. യേശു പറഞ്ഞു, ഞാനിനി 2ാമത് വരുന്നതുവരെയും അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ അതിന് നിനക്കെന്താണ്? നീ എന്താണ് മറ്റുള്ള കാര്യം അന്വേഷിക്കുക? നിന്നെ ഞാൻ പരമേൽപ്പിച്ച ദൗത്യത്തിലേക്ക് നീ പോവുക എന്നുള്ളതാണ് അതിനർത്ഥം. അതുകൊണ്ട് അപ്പം അത് കേട്ടുകൊണ്ട് മറ്റു ശിഷ്യന്മാരൊക്കെ വിചാരിച്ചു ഇനി കർത്താവ് 2ാമത് വരുന്നത് വരെ ഇനി യോഹന്നാൻ ശ്ലീഹ മരിക്കുകയില്ല എന്ന്. പക്ഷേ കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്. നമുക്കവിടെ വായിക്കുന്നുണ്ട്, ദൈവത്തിന് അതാണ് ഇഷ്ടമെങ്കിൽ അതിനെപ്പറ്റി നമ്മളധികം കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എന്നിട്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഈ യോഹന്നാൻ ശ്ലീഹ നമുക്ക് ഈ 12 ശിഷ്യന്മാർ ഏറ്റവും കൂടുതൽ നാളുകൾ ജീവിക്കാൻ സാധിച്ച വ്യക്തിയാണ്. ഏകദേശം 110ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുവെന്നാണ് സഭാ ചരിത്രത്തിൽ പറയുന്നത്. അദ്ദേഹം നാട് കടത്തപ്പെട്ടു. അവിടെ വെച്ചാണ് പിന്നീട് 2 ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകങ്ങളൊക്കെ എഴുതുന്നത്. ആ സമയത്താണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ ഏറ്റവും കൂടുതൽ പ്രായാധിക്യത്തിൽ ചെന്ന് മരിച്ച, സ്വാഭാവിക മരണം പ്രാപിച്ച ഏക ശിഷ്യനാണിത്. ബാക്കി എല്ലാവരും വധിക്കപ്പെടുകയായിരുന്നു. ആ ശിഷ്യനാണത്. ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നു. ഇതെഴുതിയതും അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇപ്പം യോഹന്നാൻ ശ്ലീഹ നേരിട്ട് കണ്ടതായ ആ സാക്ഷ്യമാണ്, ആ സത്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് സുവിശേഷങ്ങളൊക്കെ ലൂക്കോസും ഒക്കെ നമുക്കറിയാം. സുവിശേഷം എഴുതുന്നത് ലൂക്കോസും വിശുദ്ധ മർക്കോസും ഒക്കെ സുവിശേഷം എഴുതിയത് അവർ കർത്താവിൻ്റെ കൂടെ അങ്ങനെ നടന്നവരെല്ലാം ശിഷ്യന്മാരിൽ നിന്ന് കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വെച്ചാണെങ്കിൽ യോഹന്നാൻ ദൃക്സാക്ഷിയാണ്. ആരംഭകാലം മുതൽ
അവസാനം വരെ കർത്താവിൻ്റെ പ്രവർത്തനം ദൃക്സാക്ഷിയായിരിക്കുവാൻ സാധിച്ച വലിയ ഭാഗ്യവാനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെയൊക്കെ ആന്തരികമായ അർത്ഥങ്ങളാണ് മറ്റ് സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് യോഹന്നാൻ ഒരു കാര്യം കൂടി എഴുതി, യേശു ചെയ്തത് ഇത്രയും കാര്യങ്ങളൊന്നുമല്ല. യേശു ചെയ്ത് മുഴുവൻ എഴുതിയാൽ ലോകത്തിൽ പോലും പുസ്തകം ഒതുങ്ങുകയില്ല എന്ന് പറഞ്ഞ അതിശയോക്തി അദ്ദേഹം പറയുന്നു. അത്രമാത്രം കാര്യങ്ങളെ ഈ 3.5 വർഷം കൊണ്ട് കർത്താവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതുപോലെ എഴുതാനുണ്ട്. പക്ഷെ അതെല്ലാം ഇന്നത്തെ പോലെ എഴുതാനുള്ള സാഹചര്യം വന്നില്ല. നമ്മൾ ഓർക്കണം, അന്ന് ഇന്നത്തെ പോലെ പേപ്പറുകളൊന്നും ഇല്ലല്ലോ. പാപ്പിറസുകളിലോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ തൊലിയിലൊക്കെ അത് ഉണങ്ങി അതിൻ്റെ പുറത്തൊക്കെയാണ് അവർ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ എഴുതാനുള്ള സാഹചര്യങ്ങളോ അതിനുള്ള പേപ്പറുകളോ മഷികളോ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് എല്ലാം എഴുതി വെക്കുക അസ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എഴുതിയാൽ ഈ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങുകയില്ല എന്ന രീതിയിൽ പറയാനുള്ള കാരണം അതാണ്. ഇന്നും വാസ്തവത്തിൽ ദൈവവചനം ഈ വിശുദ്ധ ബൈബിളിൽ ലോകത്തിൽ പോലും ഒതുങ്ങാത്ത രീതിയിൽ അതുപോലെ എല്ലാവർക്കും അത് ഒരു അനുഗ്രഹമായിട്ട് ഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം ഇവിടെ സമാപിക്കുകയാണ്. ഈ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം മുതൽ അനേക കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് മറ്റ് സുവിശേഷങ്ങൾ വ്യത്യസ്തമായി ആന്തരികമായ അർത്ഥങ്ങളെ മർമ്മങ്ങളെയൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചു. ഈ വായനയിൽ ഇതോട് ചേർന്ന് വായിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ വായിച്ച ഭാഗങ്ങളൊക്കെ വീണ്ടും സമയമുള്ളപ്പോഴൊക്കെ നമ്മൾ ഓരോ അധ്യായങ്ങൾ കുറേശ്ശെ വായിക്കുക. കുറേ നല്ല നല്ല ചിന്തകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കും. ആ ദൈവത്തെമായ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കുവാനിടയായിട്ട് തീരട്ടെ. ഇനി നാളെ മുതൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് ക്രൈസ്തവ സഭയുടെ ആദ്യകാല ആ ചരിത്രം ആദ്യ ആ ചരിത്രമാണ് ഇതിൽ രേഖപ്പെടുത്തിയ അപ്പോസ്തല പ്രവൃത്തികളിൽ. അത് നമുക്ക് വായിച്ച് ധ്യാനിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കാം. ഇതോടുകൂടി സഹകരിച്ച് നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം വായിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം വന്ന ആ ശിഷ്യന്മാർക്ക് പ്രഭാതമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ആ വെളിച്ചം നമ്മളുണ്ടാവട്ടെ. ആ യേശുവാകുന്ന വെളിച്ചത്തിൻ്റെ ശബ്ദം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ നഗ്നതകൾ നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. ഇതോട് സഹകരിച്ച് എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആ വലിയ ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.